കുറച്ചു ദിവസം മുമ്പ് RSSന്റെ സർസംഘചാലക് മോഹൻ ഭഗവത് ബംഗ്ലാദേശ് വിഷയത്തെക്കുറിച്ച് കൊൽക്കത്തയിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ സർക്കാർ കേന്ദ്രം ഒരു നടപടിക്ക് ഒരുങ്ങുന്നു എന്നാണ് താൻ മനസ്സിലാക്കുന്നത്. അതെന്താണെന്ന് വെളിപ്പെടുത്താൻ തനിക്ക് ഇപ്പോൾ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ പറഞ്ഞൊരു കാര്യം, അതുവരെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ സാമ്പത്തികമായി അവരെ സഹായിച്ചാൽ മാത്രം പോരാ, മാനസിക പിന്തുണയും ഐക്യവും അവർക്ക് പ്രദാനം ചെയ്യണം എന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും പുറത്തു വരുന്ന ഒരു വാർത്ത, ബംഗ്ലാദേശിൽ അവിടുത്തെ ഹിന്ദുക്കൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഇതാദ്യമായി രൂപീകരിച്ചിരിക്കുന്നു. BJP എന്ന് തന്നെയാണ് അതിന്റെ പേര്. BJP എന്നല്ല യഥാർത്ഥ പേര് എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ന്യൂനപക്ഷ ജനതാ പാർട്ടി എന്നാണ്. പക്ഷേ ഇതിന്റെ പ്രകടനങ്ങളിലും മറ്റും മുഴങ്ങി കേൾക്കുന്നത് BJP എന്ന് തന്നെയാണ്. ബംഗ്ലാദേശ് ജനതാ പാർട്ടി എന്ന മുദ്രാവാക്യമാണ് മുഴക്കുന്നത്. പക്ഷേ ഇതിന്റെ പൂർണ്ണമായ പേര് ബംഗ്ലാദേശ് മൈനോറിറ്റി ജനതാ പാർട്ടി എന്നാണ്. ഈ പാർട്ടിയിൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് ജാതീയ ഒപ്പം തന്നെ പരിഷത്ത് മേഖലയിലുള്ള ആകെ 300 സീറ്റിൽ 91 സീറ്റിൽ ഈ പാർട്ടി മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ 45 മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷ ഉണ്ട് എന്നാണ് ഈ പാർട്ടിയുടെ പ്രസിഡന്റ് സുഹൃതി കുമാർ മണ്ഡൽ പറയുന്നത്. 20 മുതൽ 60% വരെ ഹിന്ദുക്കളുള്ള മണ്ഡലങ്ങൾ തങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഇവിടെ മറ്റൊരു വിചിത്രമായ കാര്യം കൂടി സംഭവിക്കുന്നു എന്നുള്ളത് കാണാതിരിക്കാൻ കഴിയില്ല. ഈ പാർട്ടിയുമായി സഖ്യം രൂപീകരിക്കാനുള്ള ചർച്ചകൾ BNP, അതായത് ഇപ്പോൾ കാലിദാസിയയുടെ പാർട്ടി, അവരുടെ മകൻ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ആ പാർട്ടി ഇപ്പോൾ ഈ ഒരു പാർട്ടിയുമായി സഖ്യം കൂടാൻ ശ്രമിക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു വിഭാഗം അതിൽ നിന്ന് അടർന്നു പോയിരുന്നു. ആ ഒരു വിഭാഗവും ഈ ഒരു പാർട്ടിയുമായി സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ഒരു വാർത്ത. ഏതായാലും ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് ബംഗ്ലാദേശിലെ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യവുമായിട്ടല്ല, പകരം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ശബ്ദം ലോകം മുഴുവൻ എത്തിക്കണമെങ്കിൽ രാഷ്ട്രീയപരമായി ഒരു മുന്നേറ്റം ഉണ്ടാകണം. കുറഞ്ഞത് ഒരു മെമ്പറെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഹിന്ദുവിന് വേണ്ടി സംസാരിക്കാൻ, ഇല്ലെങ്കിൽ അതിനെ ലോകത്തിന് മുമ്പിൽ ആ സംസാരം ഇല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമെന്ന് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഹിന്ദു സംഘടനകൾ ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നു. ഒരുപക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ, തെരഞ്ഞെടുപ്പ് നടക്കുമോ ഇല്ലയോ എന്ന് ഇപ്പോഴും വ്യക്തതയൊന്നും തന്നെയില്ല. ഫെബ്രുവരിയിൽ നടക്കും എന്നൊക്കെയാണ് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണവും നടത്തുന്നുണ്ട്. അവസാനം ഏതെങ്കിലും തരത്തിൽ അട്ടിമറി നടക്കുമോ എന്നറിയില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഹിന്ദുക്കളുടെ അവിടുത്തെ ഒരു ഐക്യം പ്രകടമാക്കാൻ കൂടിയാണ് ഈ രാഷ്ട്രീയ പാർട്ടി. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടി അത്ര ചെറിയ രാഷ്ട്രീയ പാർട്ടി അല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുക. കാരണം 40-45 മണ്ഡലങ്ങൾ അവരുടെ നിർണായക ശക്തിയാണ് എന്ന് പറയുമ്പോൾ, അതായത് 20% മുതൽ ഏതാണ്ട് 60% വരെ ഹൈന്ദവ വോട്ടുകളുള്ള മണ്ഡലങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരെ തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു സുരക്ഷ കൂടി കണക്കിലെടുക്കുന്നുണ്ട് ഇവർ. അതായത് രാഷ്ട്രീയ പാർട്ടിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് ഏതെങ്കിലും സഖ്യത്തിന്റെ ഭാഗമൊക്കെ ആകുകയാണ് എങ്കിൽ അവർക്ക് ഒരു ആഭ്യന്തര സുരക്ഷ കൂടി ലഭിക്കുമെന്ന് ഈ പാർട്ടി പ്രവർത്തകരും കരുതുന്നു. ഏതായാലും ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പോൾ ബംഗ്ലാദേശിലും BJP രൂപം കൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.